ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഉള്ളൊഴുക്ക് ഉൾപ്പെടെയുള്ള വിവിധ സിനിമകളുടെ കേരള ഞായറാഴ്ച ദിവസത്തെ ട്രാക്കിംഗ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഉള്ളൊഴുക്ക് എന്ന സിനിമയ്ക്ക് കൽക്കി എന്ന സിനിമയുടെ റിലീസിനിടയിലും ഇന്ന് മികച്ച കളക്ഷൻ വർധന നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം ശനിയാഴ്ച 14 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്ന് 21 ലക്ഷത്തിന് മുകളിലാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. 40 ലക്ഷം 50 ലക്ഷം റേഞ്ചിൽ ഇന്ന് കേരള ഗ്രോസ് ഉറപ്പാക്കിയ സിനിമ 3,50,00,000ത്തിലേക്ക് കേരള ഗ്രോസ് കളക്ഷനിലേക്ക് കടക്കുന്നു. ഉള്ളൊഴുക്കിനോടൊപ്പം തന്നെ 10 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിടുന്ന ബിജു മേനോൻ സിനിമയാണല്ലോ നടന്ന സംഭവം. ബിജു മേനോൻ സുരാജ് കോമ്പോൾ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഇന്നലെ ഇതേ സമയം 3 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 5 ലക്ഷത്തിനടുത്തേക്ക് കേരള ട്രാക്കിംഗ് ഗ്രോസ് നേടിയെടുത്തിരിക്കുകയാണ്. 2,20,00,000ത്തിലേക്ക് സിനിമയുടെ കേരള ഗ്രോസ് അടുക്കുന്നു. മഹാരാജ എന്ന സിനിമ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ കാത്തിരുന്ന വേൾഡ് വിഡ് 100 കോടി കളക്ഷനിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. വിജയ് സേതുപതി നായകനെ എത്തിയ സിനിമ വിജയുടെ കരിയറിലെ ആദ്യത്തെ 100 കോടി സോളോ സിനിമയായിട്ട് മാറിയിരിക്കുകയാണ്. ആദ്യ ദിവസങ്ങൾ മുതൽ തന്നെ മികച്ച അഭിപ്രായങ്ങൾ തിയേറ്ററുകളിൽ നേടിയെടുത്ത സിനിമ കേരളത്തിലും തരംഗമായി മാറിയ സിനിമയാണ്. നാളെ 100 കോടി ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനിടയിൽ കേരള ട്രാക്കിംഗിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഇതേ സമയം 5 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 6 ലക്ഷത്തിന് മുകളിലാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. 6,20,00,000ത്തിലേക്ക് സിനിമയുടെ കേരള ഗ്രോസ് കളക്ഷൻ അടുക്കുന്നു. 2024 വർഷത്തിലെ തിയേറ്ററുകളിലെ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത മലയാളം സിനിമകളിൽ ഒന്നാണല്ലോ ഗുരുവായൂർ അമ്പലനടയിൽ. ചിത്രം ഇന്ന് കേരള ട്രാക്കിംഗ് കളക്ഷൻ വർധന നേടിയെടുത്തിരിക്കുകയാണ്. OTT റിലീസ് ചെയ്തിട്ടും സിനിമ തിയേറ്ററുകളിൽ കാണാൻ ആളുകളുണ്ട് എന്ന് വ്യക്തമാകുന്നു. ഇന്നലെ ഇതേ സമയം 20,000-ന് മുകളിലാണെങ്കിൽ ഇന്ന് 44,000-ന് മുകളിലാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്ന് 1 ലക്ഷം രൂപ സിനിമയ്ക്ക് കേരളത്തിൽ കളക്ഷൻ ഉണ്ടാകുന്നതാണ്. ആസിഫ് അലി ബിജു മേനോൻ കോമ്പോൾ തിയേറ്ററുകളിലേക്ക് എത്തിയ തലവൻ ഇന്ന് ഞായറാഴ്ച കളക്ഷൻ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ ഇതേ സമയം 40,000-ന് മുകളിലായിരുന്നെങ്കിൽ ഇന്ന് 17,000-ൽ പരമാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. ജിസ്റ്റു സംവിധാനം ചെയ്ത ആദ്യ ദിവസം തന്നെ നല്ല അഭിപ്രായങ്ങൾ നേടിയെടുത്ത ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ 24-25 കോടി റേഞ്ചിൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനാണ് നേടിയിട്ടുള്ളത്. ഫൈനൽ യഥാർത്ഥ കളക്ഷൻ ഈ ആഴ്ച പുറത്തു വന്നേക്കും. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ പ്രഭാസിന്റെ ഏറ്റവും പുതിയ തെലുഗു പാനിന്ത്യൻ സിനിമയാണല്ലോ കൽക്കി. 2898 AD. ഈ 2024 വർഷത്തിലെ കേരള ബോക്സ് ഓഫീസിലെ അടുത്ത വിജയ സിനിമയായിട്ട് കൽക്കി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യ 4 ദിവസത്തെ കളക്ഷനും കൊണ്ടാണ് കൽക്കി കേരളത്തിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്തിരിക്കുന്നത്. 13 കോടിയോളം രൂപ ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ സിനിമ കളക്ഷൻ ഉറപ്പാക്കിയിട്ടുണ്ട്. ദുൽഖർ ആയിരുന്നു സിനിമയുടെ കേരള വിതരണം സ്വന്തമാക്കിയത്. ഇതോടെ മഹാരാജ എന്ന സിനിമയ്ക്ക് ശേഷം കേരളത്തിൽ വിജയിക്കുന്ന അടുത്തൊരു അന്യഭാഷാ സിനിമ കൂടിയായിട്ട് കൽക്കി കഴിഞ്ഞിരിക്കുകയാണ്. വേൾഡ് വൈഡ് കളക്ഷൻ ഇന്നത്തോടെ 500 കോടിയിലേക്ക് എത്തപ്പെടുന്ന കൽക്കിയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കൂ.